നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാനീയം അൽ ഹുല്ലുൽ ബാരിദ്, തണുത്ത മധുരമുള്ള വെള്ളം, അല്ലെങ്കിൽ നല്ല തെളിഞ്ഞ തണുത്ത വെള്ളം. ആ വെള്ളം അവിടുത്തേക്ക് വലിയ ഇഷ്ടമായിരുന്നു. പാലവിടുന്ന് കുടിച്ചിരുന്നു, കുടിക്കാൻ പ്രോത്സാഹിപ്പിച്ചിരുന്നു. അങ്ങനെ പലതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടിച്ച പാനീയങ്ങൾ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിച്ച ഭക്ഷണങ്ങൾ. അതേ, അവിടുന്ന് ആട്ടിന്റെ മാംസം കഴിച്ചു, അതുപോലെ കോഴിയുടെ മാംസം കഴിച്ചു, പക്ഷികളുടെ മാംസം കഴിച്ചു. പക്ഷേ ഉടുമ്പിന്റെ മാംസം കൊണ്ടുവച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ട, നിങ്ങൾ കഴിക്കുന്നതിൽ വിരോധവും ഇല്ല, ഞാനത് വിലക്കുന്നില്ല, പക്ഷേ എനിക്കത് വേണ്ട, ഞങ്ങൾ അത് കഴിക്കാറില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ ഇത്രയും സൂക്ഷ്മമായി രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു ലോകത്ത് വായിക്കാൻ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ അവസ്ഥകളെയും ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം ഇതുപോലെ ലോകത്ത് വായിക്കപ്പെട്ട ഒരാളും ഇല്ല. അൽഹംദുലില്ലാഹ്, ഈ റബീഉൽ അവ്വൽ, ഈ തൊട്ട റബീഉൽ അവ്വലിൽ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നേരത്തെ ഞങ്ങൾ ആലോചിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോയ വഴിയിലൂടെ യാത്ര പോകാൻ ഒരുങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് ഹിജ്റ പുറപ്പെട്ടത് സഫർ 29-നാണ്. ഞങ്ങൾ മക്കയിൽ നിന്ന് 29-ന് പുറപ്പെട്ടു.